നമസ്കാരം, എൻ്റെ പേര് രാഹുൽ എന്നാണ്. ഞാൻ IPL ബയോളജിക്കൽസ് നിന്ന് വരുന്നു. നമ്മളിപ്പോൾ വന്നത് ഒരു റബ്ബർ തോട്ടത്തിലാണ്. പണ്ട് കാലത്ത് റബ്ബർ തോട്ടമായിരുന്നു. ഈ റബ്ബർ തോട്ടം ഇപ്പോൾ മുറിച്ച് മാറ്റിയിട്ട് നമ്മളിപ്പം ഇവിടേക്ക് കുരുമുളകും അതേപോലെ തന്നെ തെങ്ങ്, വാഴ അതേപോലെ ആയിട്ടുള്ള ഒരു മിക്സഡ് ക്രോപ്പിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാർമറിൻ്റെ അടുത്താണ് വന്നത്. ഇയാളുടെ ഫീൽഡിൻ്റെ അകത്തുള്ള മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞത് ഒരു ചെടിക്കും നല്ല ഗ്രോത്ത് കിട്ടുന്നില്ല, മൊത്തം പ്രോബ്ലവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഫീൽഡായിരുന്നു ഇത്. അപ്പോൾ നമ്മളിവിടെ വന്നു, നമ്മളിവിടേക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഏരിയൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് തുടങ്ങിയത്. ഈ ഇവിടുത്തെ മണ്ണിൻ്റെ അകത്ത് നമുക്ക് റൂട്ട് മീലി ബഗിൻ്റെ പ്രസൻസ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് സാധാരണഗതിയിലുള്ള റൂട്ട് ഗ്രബിൻ്റെ ഇഷ്യൂ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ വേണ്ടി ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫീൽഡ് മൊത്തം മൊത്തമായിട്ടൊന്ന് പരിശോധിച്ച് ഇറങ്ങിയ സമയത്ത് ഇവിടുത്തെ കളകളുടെ റൂട്ടിൽ പോലും നമുക്കിവിടെ ഈ ഒരു റൂട്ട് ഗ്രബ് സി ടൈപ്പിലാണ് ഈ സാധനം ഉണ്ടാവുക. റൂട്ട് ഗ്രബിൻ്റെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ എന്ത് മരമാണെങ്കിൽ ശരി, മരത്തിൻ്റെയൊക്കെ വേരുകളെ തിന്ന് നശിപ്പിക്കുന്ന ഒരു ക്ഷുദ്രജീവിയാണ്. ഇത് നമുക്ക് എന്താ വെച്ചാൽ മരത്തിൻ്റെ വേരുകളുടെ അകത്ത് നിന്നിട്ട് ഫുള്ളായിട്ട് കാർന്ന് തിന്നുകയും അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് ആ വേരിൻ്റെ മൊത്തം ഘടനകളൊക്കെ നമുക്ക് നശിപ്പിക്കുകയും ചെയ്യും. ഇതിൻ്റെ അകത്ത് കൂടി നമുക്ക് ഫംഗലായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഭാവിയിൽ കൂടാനും ചാൻസസ് ഉണ്ടാകുന്നു. ഇത് മാത്രമല്ല, ഈ ഒരു ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏത് കള എടുത്തു കഴിഞ്ഞാലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നിങ്ങളിപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതാ കാണുന്നുണ്ടോയെന്നറിയില്ല, മീലി ബഗ്, നമുക്ക് റൂട്ടിൻ്റെ അകത്ത് ഉണ്ടാകുന്ന മീലി ബഗിൻ്റെ പ്രസൻസ് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഏത് കള പറിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ മീലി ബഗിൻ്റെ ഇഷ്യൂസ് നമുക്ക് ഇതിൻ്റെ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതേപോലെയാണ് ഉണ്ടാവുക മീലി ബഗ്. നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ എല്ലാ സ്റ്റേജുകളും ഉണ്ട്. മുട്ട മുതൽ നമുക്ക് അതിൻ്റെ അകത്ത് വരുന്ന നിംഫ് വരെയുള്ള എല്ലാ സ്റ്റാഗിനും ഉണ്ട്. അതേപോലെ തന്നെ ഇതിനെ കൊണ്ടുവെക്കുന്ന ഉറുമ്പുകൾ, ചുവന്ന കളറുള്ള ചെറിയ ഉറുമ്പുകൾ വരെ ഇതിൻ്റെ അകത്ത് കാണും. ഇതിൻ്റെ അകത്ത് എന്താ വെച്ചാൽ മീലി ബഗിൻ്റെ മുകളിൽ ഹണി ഡ്യൂ സെക്രീഷൻ പോലുള്ള ഒന്നുണ്ടാവും. അപ്പോൾ ഈ ഹണിക്ക് വേണ്ടിയിട്ട് ഈ ഉറുമ്പുകൾ ഇതിനെ ആകർഷിക്കുകയും ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇതിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്കിതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉറുമ്പ് സഹായിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇത് നമ്മുടെ പറമ്പ് മൊത്തം ഈ ഒരു മീലി ബഗ് എത്തുന്നത്. അപ്പം നമുക്ക് ഏറ്റവും നല്ല കാര്യം ചെയ്യാൻ ഉറുമ്പിനെ നമ്മൾ ആദ്യം നശിപ്പിച്ച് കഴിഞ്ഞാൽ മീലി ബഗിൻ്റെ ട്രാൻസ്ഫറിങ് നമുക്ക് കുറഞ്ഞു കിട്ടും. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിൻ്റെ അകത്ത് മീലി ബഗിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ നമ്മളുടെ റെക്കമെൻഡേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ബിവേറിയ ബാസിയാന പറയാറുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റാണ്, അതിൻ്റെ പേര് ദമൻ എന്നാണ്. അതേപോലെ തന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വെർട്ടിസീലിയം ലെക്കാനി നമുക്ക് മീലി ബഗിനെ കൺട്രോൾ ചെയ്യാൻ കിട്ടും. നമുക്ക് മേരെയുള്ള മീലി ബഗിൻ്റെ അകത്ത് നല്ല കൺട്രോൾ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തും അത്യാവശ്യം കൺട്രോളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വെർട്ടിസീലിയം ലെക്കാനിയും കൊടുക്കാം. ഇത് രണ്ടാണെങ്കിൽ ശരി 2.5 മുതൽ 5 ml വരെ നമ്മുടെ എഫെക്ഷൻ അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ ക്ലോറി പ്ലസ് സൈപ്ര ചേർന്നിട്ടുള്ള ഏതെങ്കിലും ഒന്ന് നമുക്ക് ഡ്രഞ്ച് ചെയ്യാൻ ഉപയോഗിക്കാം. ഇത് 1 മുതൽ 2 ml വരെ നമുക്ക് ഡ്രഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ലിറ്ററിൻ്റെ അകത്ത് യൂസ് ചെയ്യണം. അപ്പം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കോമ്പിനേഷൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന റൂട്ട് ഗ്രബ് അതേപോലെ തന്നെ ഈ ഒരു മീലി ബഗ്, ഈ ഒരു രണ്ടിൻ്റെ അകത്ത് നമുക്ക് ഒരു വിധത്തിൽ നമുക്ക് ഒരു കൺട്രോളിങ് കിട്ടും, ഒരു മാനേജ്മെൻറ്റ് കിട്ടും. ഇത് നമുക്ക് 1-2 ടൈം നമ്മൾ റിപ്പീറ്റായിട്ട് നമ്മൾ ചെയ്യണം. തീർച്ചയായിട്ടും ഇന്നത്തെ കേരളത്തിലുള്ള എല്ലാ കർഷകരും ഇതേപോലെ തൊടിയുള്ള ആൾക്കാർ നമ്മൾ എന്തും മണ്ണിന് കേടുണ്ട്, ചെടിക്ക് കേടുണ്ട് എന്ന് പറഞ്ഞിട്ട് വളം ഇടുന്നതിൻ്റെ മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഒരു സാധനങ്ങൾ നമ്മുടെ മണ്ണിലുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ കഴുങ്ങിൻ്റെ അകത്താണ് മഹാളിയാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കുന്നതിന് മുമ്പ് കഴുങ്ങിൻ്റെ വേരിൻ്റെ ഉള്ളിൽ ഇതേപോലെയുള്ള നമുക്ക് ക്ഷുദ്രജീവിയായിട്ടുള്ള സീ ഗ്രബ് പോലെയുള്ള റൂട്ട് ഗ്രബ്സ് നമുക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. ഇത് കാണാൻ എങ്ങനെയാണുള്ള ഒരു പരന്ന് കിടക്കും. അതായത് നമ്മളൊരു സിലിണ്ടറിനെ മുറിച്ച് കഴിഞ്ഞാൽ, ഒരു സ്ട്രോനെ മുറിച്ചിട്ട് പകുതിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണോ കിടക്കുന്ന മാതിരി പരന്ന് കിടക്കും. ഇതിൻ്റെ ബോഡീൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ റെഡിഷ് കളറിലുള്ള ഒരു സ്പോട്സ് ഉണ്ടാവും സൈഡിൽ കൂടെ. ഇതിൻ്റെ മൗത്ത് പാർട്സ്, അതായത് ഇതിനെ കഴിക്കുന്ന ഈ ഒരു മൗത്ത് പാർട്സിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് കാർന്ന് തിന്നാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. ഇതിന് നമ്മളുടെ ഇതൊരു ബട്ടർഫ്ലൈൻ്റെ മുന്നിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഉള്ള മാതിരി മുന്നിലൊരു 6 കാലുണ്ടാവും. ഇതിങ്ങനെ പിടിച്ച് കയറും. പൂവ് ഇതുപോലെ ഉരുണ്ട് പോകുന്നതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ബാക്കിൽ റെക്റ്റാൻ്റെ അടുത്ത് ഒരു ബ്ലാക്കിഷ് കളർ ഉണ്ടാവും. ഫ്രണ്ടിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടും നമുക്കൊരു റെഡിഷ് കളറാണ് ഉണ്ടാവുക. ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ് കാണാൻ ഉണ്ടാവുക. ഈ ഒരു സാധനം ഇങ്ങനെ മണ്ണിൻ്റെ അകത്ത് ചുരുണ്ട് കിടക്കും. ഏകദേശം നമ്മളുടെ മണ്ണിൻ്റെ അകത്ത് ഇത് മുകളിൽ നിന്ന് പ്യൂപ്പേറ്റായി കഴിഞ്ഞിട്ട് മണ്ണിൻ്റെ അകത്ത് മൊത്തമായിട്ട് മണ്ണിൻ്റെ അകത്താണ് ഇതിൻ്റെ ഒരു ചക്രം കാണിക്കുക. അപ്പം എല്ലാവരും ഇതിനെയും കൂടി ശ്രദ്ധിക്കുക. ഇത് വല്ലാത്തൊരു പ്രശ്നമാണ്. നമ്മളുടെ മരത്തിൻ്റെ ഓരോ മരച്ചെടികൾക്കാണെങ്കിലും ശരി, നമ്മുടെ വാഴേൻ്റെ അകത്താണെങ്കിലും ശരി, എന്ത് ചെടികളുടെ അടിയിൽ ഇവൻ ഉണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ആളാണ് നമ്മളുടെ വേരിൻ്റെ അകത്തുള്ള മീലി ബഗ് ചെടിയുടെ മുകളിൽ മാത്രമല്ല താഴെ ഉണ്ടാവും.
ഇവനെ കൊണ്ടുവന്ന ആൾ ഉറുമ്പാണ്. ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഉറുമ്പിനെ കൺട്രോൾ ചെയ്യണം. അതേപോലെ തന്നെ എന്നിട്ട് വേണം നമ്മൾ മീലി ബഗിൻ്റെ അകത്തേക്ക് കൺട്രോളിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അത് കൊണ്ടുവന്ന സമയത്ത് തന്നെ ഇവനെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഇതിന് രണ്ടിനുള്ള പരിഹാര മാർഗ്ഗമാണ് നമ്മളിന്ന് വീഡിയോൻ്റെ അകത്ത് കണ്ടത്. അപ്പോൾ അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റുമായിട്ട് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കാണുന്നതായിരിക്കും.